നമ്മളൊരു കൊച്ചുമിടുക്കൻ്റെ കഥയിലേക്കാണ്. ചെറിയ പ്രശ്നങ്ങളിൽ പോലും തളർന്നു പോകുന്നവർക്ക് മാതൃകയാക്കാവുന്ന ഒരു കൊച്ചുമിടുക്കൻ്റെ അടുത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കോഴിക്കോട് ഫറോക്ക് സ്വദേശിയായ ആദികേശിന്റെ വീട്ടിലേക്കാണ് അഭിജിത്ത് മുഴക്കുന്ന് നമ്മളെ ഇന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. 4ാം ക്ലാസ്സുകാരനായ കേശുവിനെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം നൽകി സർക്കാരും ആദരിച്ചിട്ടുണ്ട്. പരിമിതികളോട് പടവെട്ടിയുള്ള ആദികേശിന്റെ ജീവിതയാത്ര കാണാം കോഴിക്കോട്. നമ്മുടെ ഇന്നത്തെ യാത്ര ഒരു കൊച്ചുമിടുക്കൻ്റെ അടുത്തേക്കാണ്. കൊച്ചുമിടുക്കൻ എന്ന് പറഞ്ഞാൽ അവനൊരു പ്രതിഭയാണ്, പ്രതിഭാസാണ്. പരിമിതികളെല്ലാം തൻ്റെ വ്യത്യസ്തമായ കഴിവുകൾ കൊണ്ട് മറികടന്ന ഒരാൾ. ബാക്കി വിശേഷം അവിടെ എത്തിയിട്ട്. അങ്ങനെ നമ്മൾ ഫറോക്ക് ചുങ്കത്തുള്ള നേരത്തെ പറഞ്ഞ കൊച്ചുമിടുക്കൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ആദികേശി എന്നാണ് അവൻ്റെ പേര്. ഇവിടെ അവനുണ്ട്. എന്തൊക്കെയാണ് അവൻ്റെ കഴിവുകൾ, എന്തൊക്കെയാണ് അവൻ്റെ വിശേഷങ്ങളെന്ന് നമുക്ക് നേരിട്ട് കാണാം. വാ. ഇതാണ് നമ്മുടെ ആദികേശ്. വലത് കാലും വലത് കൈവിരലുകളും ഇല്ലാതെയാണ് കേശു ജനിച്ചത്. സംസാരിക്കുന്നതിലും കേൾക്കുന്നതിലും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ഒരു കുറവായിട്ട് കേശുവിന് തോന്നിയിട്ടേ ഇല്ല. ഇന്ന് ഡ്രംസിൽ ഒരു കില്ലാടിയാണ് കേശു, അല്ലേ? നമ്മളെ ഉത്സവത്തിൽ നിന്നൊക്കെ വന്ന ചെറിയ ചെണ്ടയില്ലേ, ആ ചെണ്ടയൊക്കെ ഇങ്ങനെ കൊട്ടി എപ്പോൾ പോയാലും ചെണ്ട വാങ്ങുക. അപ്പോൾ ചെണ്ട ഇങ്ങനെ കൊട്ടും. പിന്നെ നോൺ സ്റ്റിക്ക് പഴയ പാത്രത്തിൻ്റെ ബാക്ക് സൈഡിലൊക്കെ കൊട്ടിയാൽ നല്ല സൗണ്ടാണല്ലോ, അതൊക്കെ കൊട്ടും. പിന്നെ അടിച്ച് സ്റ്റൂളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കുറേ ഇങ്ങനെ അടിച്ചടിച്ച് കളിച്ചിട്ട്. പിന്നെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവൻ ഒരു വായിക്കണ ഒരു വീഡിയോ ഞങ്ങൾ ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടപ്പം എൻ്റെ ചേച്ചി ഉണ്ട്. ആ ചേച്ചി ദേവേട്ടനില്ലേ, ദേവേട്ടൻ്റെ ഷെയർ ചെയ്തതായിരുന്നു. അപ്പോൾ മോനെ കാണണമെന്ന് പറഞ്ഞ്, അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ കാണാനുള്ളൊരു അവസരം ഉണ്ടായില്ല. പിന്നെ കഴിഞ്ഞ വർഷം സ്കൂൾ തുറക്കണമെന്ന് ഈ ഡ്രംസ് കിറ്റ് സമ്മാനമായിട്ട് കിട്ടിയതാണ് മോന്. സ്കൂളിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. കുട്ടികൾക്കായാലും അധ്യാപകർക്കായാലും രക്ഷിതാക്കൾക്കായാലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഡ്രംസ് വായിക്കുക മാത്രമല്ല, അസാധ്യമായിട്ട് ചിത്രം വരയ്ക്കുക കൂടി ചെയ്യും ആദികേശ്. ശരി, കാല് വെച്ച് തുടങ്ങിയത് 3-3.5 വയസ്സിലാണ്. അപ്പം ആ സമയത്തൊക്കെ കുട്ടികളെ പാടത്ത് കളിക്കാൻ വരുമ്പോൾ പിന്നെ ഭയങ്കര ദേഷ്യേന്, വാശിയേന്. ചെറുതാകുമ്പോൾ പോകാൻ പറ്റാത്തേക്കൊരു സങ്കടം ഉണ്ടായിരിക്കാം. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെയാണ് ചിത്രരചനയിലേക്ക് ഞാൻ കൊണ്ടുവന്നത്. ക്രയോൺസൊക്കെ കൊടുത്തിട്ട് അങ്ങനെ കുറേ സമയം അങ്ങനെ പോയി. ചിത്രം വരെ ആദ്യമൊക്കെ പഠിച്ചത് ഫോണിൽ യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെയാണ്. അപ്പം പിന്നെ സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനെ ക്ലാസ് ഫ്രീ ആയി നിൽക്കുന്ന സമയത്തൊക്കെ ഡ്രോയിങ് ടീച്ചർ വന്ന് കുട്ടികളെ കൊണ്ട് വരപ്പിക്കുന്ന സമയത്ത് മോൻ വരയ്ക്കുന്ന കണ്ടിട്ട് ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ക്ലാസ്സിൽ എന്തായാലും വിടണം, അത്യാവശ്യം വരയ്ക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ പിന്നെ ടീച്ചറെ അടുത്ത് ക്ലാസ്സിന് വിട്ടതാണ്. പിന്നെ അങ്ങനെ യൂട്യൂബിൽ നോക്കി പഠിക്കും. പിന്നെ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അതും ചെയ്യും. നല്ല രീതിയിൽ ചിത്രം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പം ചെയ്യുന്നുണ്ട്. ഞങ്ങളെ മനസ്സിൽ 100% ഓക്കെ ആയിട്ടുള്ള കുട്ടി, ഒരു കുറവുള്ള കുട്ടിയായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം ഏതൊരു മക്കളെക്കാളും
ഒന്നും കൂടെ ആക്റ്റീവായിട്ടാണ് എല്ലാ കാര്യത്തിലും നിൽക്കുന്നത്. വലിയൊരു ചിത്രകാരനാവണം എന്നുള്ള പറയും. പിന്നെ ജോലി പറയാം, എന്താവണം എന്ന് ചോദിക്കും, പോലീസ് ആവണം എന്ന് എപ്പോഴും പറയാം. ലക്ഷ്യവും ഇഷ്ടവും ഉണ്ടെങ്കിൽ പരിമിതികൾ ഒരു തടസ്സമേ അല്ലെന്ന് തെളിയിക്കുകയാണ് കേശു. അവന് ഇനിയും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാവട്ടെ. പ്രജ്വൽ സുരേഷിനും സുമേഷിനുമൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. പരിമിതി എന്നൊരു വാക്കേ നിഘണ്ടുവില്ലാത്തൊരു ജീവിതമാണ് സത്യം പറഞ്ഞാൽ ആദികേശിൻ്റെ, കേശുവിൻ്റേത്. ഏതായാലും ആഗ്രഹങ്ങളൊക്കെ അതുപോലെ സാധ്യമാകട്ടെ. പ്രത്യേകിച്ച് ഇത്ര കോർഡിനേഷൻ വേണ്ട, ഒരു ഏകോപനം വേണ്ട ഒരു ഡ്രംസ് എന്ന് പറയുന്നത് ഒരേപോലെ കൈയും കാലും എല്ലാം ചലിക്കണം, പല ഉപകരണങ്ങളിലേക്ക് ഒരേപോലെ വേഗത്തിലെത്തണം. അത്ഭുതം തന്നെയാണ് ആദികേശ്. ഏതായാലും ആശംസകൾ. ഇനി അങ്ങോട്ടും ഇതുപോലെ മികവുകൾ തെളിയിക്കാനാവട്ടെ.